മാത്രം വെയിറ്റ് ചെയ്യുക. മേലെ നിൽക്കുക എല്ലാവരും പോകാൻ വേണ്ടി നീ വന്നു വെയിറ്റ് ചെയ്യും. താങ്ക് യു എന്താണ് പറയാനുള്ളത്? ഞാൻ ബർത്ത്ഡേ അല്ല ചെക്കൻ്റെ വിഷ് ചെയ്തിട്ട് പോകുന്ന കയ്യിൽ പൊള്ളും കട്ടുതീയാണ്. അവൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ആളായതുകൊണ്ട് പുള്ളില്ല. അവൻ തീയുടെ അത്യാവശ്യം തീയൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ പോലെ ബർത്ത്ഡേ എന്താ പറയാനുള്ളത്? ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ സിജിനോട് ഹാപ്പി ബർത്ത്ഡേ. അതല്ല മറ്റത് രക്ഷപ്പെട്ടാലും അങ്ങോട്ട് കയറാതെ വിടില്ല. ഇല്ല പക്ഷേ വേണമായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഇതൊരു ഗെയിമാണെന്നുള്ളതാണ് ബേസിക്. അതിൽ പ്രത്യേകിച്ച് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ ഫസ്റ്റ് വീക്കിൽ കാര്യം പറഞ്ഞു ഞാനിതും കൂടെ പുറത്തിറങ്ങി. ഞാൻ അതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ ഓടി വന്നത്. അതായത് ഫസ്റ്റ് വീക്കില് നിങ്ങൾക്ക് ഓർമ്മ പറയില്ല, ഫസ്റ്റ് വീക്കിലല്ല, ഫസ്റ്റ് അല്ല, ഏകദേശം ഒരു 2-3 ആഴ്ച ആയ സമയത്ത് ഒരു അടിയൊക്കെ കഴിഞ്ഞ ഞാനും ഗബ്രിയൊക്കെ ആയിട്ട് ചെറിയ വാക്കുതർക്കം കഴിഞ്ഞിട്ട് നേരെ കിച്ചണിൽ കാര്യം പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം. അവിടെ ഒരു സൈഡ് വന്നിട്ട് എല്ലാവരും ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, അതായത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ അടിയൊന്നും വേണ്ട, അതായത് ഗെയിം ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ വേണ്ടത് മാത്രമല്ല പറഞ്ഞേ. എടാ ഇങ്ങനെ പറഞ്ഞേടാ, നീയും ഞാനും ഇത് കഴിയുമ്പോഴത്തേക്കും പക്ക ഫ്രണ്ട്സ് ആയിരിക്കും, ഇവിടെ എന്തും ഗെയിമായിട്ട് എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കും അറിയാം, ഇവനും അറിയാം. അതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്തൊക്കെ പക്ക ഗെയിമാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും, ഇപ്പോൾ സായി ആയാലും ഇവനായാലും ഞാനായാലും നന്ദൂട്ടനായാലും നമ്മുടെ പോയി നിഷാനായാലും പക്ക നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മളെല്ലാം പൊളിയാണ്, അടിച്ച് പൊളിക്കും. എങ്ങനെയുണ്ട് ഗെയിം? നന്നായിട്ട് പോകണം, കുഴപ്പമൊന്നുമില്ലല്ലോ. ജോയുടെ ഗെയിമൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് പേഴ്സണലി എല്ലാവരുടെ ഗെയിമിനോടും പ്രത്യേകിച്ച് പ്രശ്നമില്ലാത്ത ഒരാളാണ്. ഗെയിം എനിക്ക് ഇഷ്ടമാണ്. വളരെ നല്ല അഭിപ്രായം. അതിനൊരു 1 ലക്ഷം എനിക്ക് തരുമെന്നുള്ളതാണ് ഞാൻ 3 ലക്ഷം ചോദിച്ചിട്ടുണ്ട്. ബാക്കി ടാക്സ് പോകും. 3 പോയി 1 പോയി, ഇനിയൊന്നുമില്ല. എല്ലാത്തിനും കേട്ടോ. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് എൻ്റെ ബാങ്കിൽ തന്നെ തിരിച്ചു പോവാണ്. എല്ലാവരും ഒരുമിച്ച് ഒരിക്കൽ കൂടി ബിഗ് ബോസിനകത്ത് പോവാണ്. അപ്പൊ ആ ഒരു ഫീൽ എങ്ങനെയുണ്ട്? വളരെ നല്ല ഫീലിംഗ്. അതായത് എല്ലാവരും കൂടി ഒരുമിക്കണ ഒരു അവസരമാകുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഡേയുടെ ഒരു മെമ്മറിയിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഒരു ഫ്രഷ് പരിപാടി, ഹാപ്പിയാണ്. ഒരുപാട് നാൾ മിസ് ചെയ്ത ജാസ്മിനൊക്കെ കാണാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് അവിടെ കാണാം. അതേ ഉള്ളൂ, സിനിമൻ്റെ ഒക്കെ അവിടെ കാണാം. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടായിരുന്നോ? ഇന്നലത്തെ എപ്പിസോഡ് കണ്ടെത്തുക. ഇന്നലെ വാഴയില് ഗബ്രിന്റെ പേരൊക്കെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു. അപ്പൊ അതിന്റെ ഓട്ടത്തിലായിരുന്നു എപ്പിസോഡ്. ജാസ്മിനെ വാഴയില് ഗബ്രിന്റെ പേരൊക്കെ അത് കണ്ടായിരുന്നു. അല്ല, ഓരോരുത്തരും ആളുകളെ മിസ് ചെയ്യുന്ന സമയത്ത് അതിനെ കൺസീവ് ചെയ്യുന്ന രീതി പലതായിരിക്കും. അപ്പോൾ അതിപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോണ സമയത്ത് എല്ലാവരും പുസ്തകത്തിൽ എഴുതി മേടിക്കണത് റൊമാൻറ്റിക് ആയിട്ടൊന്നും അല്ലല്ലോ. അതായത് അവർക്ക് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ അവരുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യും, മിസ്സിങ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നവർക്ക് അറിയാം അതിൻ്റെ അകത്തുള്ള ഒരു മെന്റൽ പ്രഷർ എന്താണ്, കൂടെ ഉള്ള ഒരാളില്ലാത്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതൊക്കെ പോകുമ്പോൾ അകലം കാണിക്കുമോ ജാസ്മിനോട്? അത് ഞാൻ അകത്ത് കയറിയിട്ട് പറഞ്ഞുതരാം. അതെ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ജാസ്മിൻ കപ്പ് കിട്ടുന്നത് തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് പ്ലെയർ ആണ് ജാസ്മിൻ. ഇതിന്റെ മറുപടി നന്ദന പറയണം. വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് ആണെന്ന് അല്ലാന്ന് ആരും പറയില്ല. എന്റെ അഭിപ്രായത്തിൽ ആരും പറയില്ല. ജാസ്മിനാണോ ബിഗ് ബോസിലെ കണ്ടന്റ് കൊടുക്കുന്നത്? എന്താ ജാസ്മിനാണോ ബിഗ് ബോസിലെ കണ്ടന്റ് കൊടുക്കുന്നത്? എല്ലാവരും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. കൊടുക്കട്ടെ, നല്ല കാര്യം. അപ്പൊ മതി, ഓക്കെ.